ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ, എന്താണ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് പഠിക്കും. വിത്ത് എക്സാമ്പിൾസ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിൽ തന്നെ ഇന്റേണൽ മൈഗ്രേഷനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഫോംസ് വരുന്നുണ്ട്. അഗൈൻ എക്സ്റ്റേണൽ മൈഗ്രേഷൻ്റെ അകത്തും ഡിഫറെൻറ്റ് ഫോംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മൾ മൈഗ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. സോ യു മൈ തിങ്ക് ദാറ്റ് എനിക്കറിയാലോ മൈഗ്രേഷൻ എന്താണ്. ഡെഫിനറ്റ്ലി മൈഗ്രേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ ആസ്പെക്ട്സിലേക്ക് കടക്കാൻ പറ്റും. സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ ലെറ്റ് മീ ടെൽ യു വാട്ട് ഈസ് മൈഗ്രേഷൻ. ദിസ് ഇസ് എ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആൾക്കാർ മൂവ് ചെയ്യാണ്. സിംപ്ലി മൂവ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് ബി ഹാവിങ് എ പേർപ്പസ്. വെറുതെ മൂവ് ചെയ്യല്ല, അവർക്ക് എന്തോ ഒരു പേർപ്പസ് ഉണ്ട്. സോ they might be sometimes having an intention of establishing a new permanent or semi-permanent residence. ചിലപ്പോൾ തൽക്കാലത്തേക്ക് മാറി താമസിക്കാൻ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മാറി താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഐഡന്റിഫൈഡ് ടു ബി എ ഫണ്ടമെന്റൽ ഡെമോഗ്രഫിക് പ്രോസസ്. കാരണം മൈഗ്രേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നിരുന്ന ഒരാൾ അയാൾ ഇവിടേക്ക് മൂവ് ചെയ്യാണ് അല്ലെ. അപ്പോൾ ഇത്രയും നാളും അയാൾ ഇവിടെയാണ് നിന്നത്, ഇപ്പോൾ അയാൾ ഇവിടെയാണ് നിൽക്കുന്നത്. സോ ആദ്യം അയാൾ പോയിന്റ് എയിലായിരുന്നു, ഇപ്പൊ അയാൾ പോയിന്റ് എയിൽ വന്നു. ഇപ്പൊ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ഒരാൾ പോകുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു പോയിന്റ് എ? പോയിന്റ് എയിലെ പോപ്പുലേഷൻ അവിടെ കുറഞ്ഞില്ലേ? ഒരാളാണ് മൂവ് ചെയ്തത്, എന്നാൽ പോലും ഒരാളുടെ കുറവ് പോയിന്റ് എയിൽ സംഭവിച്ചില്ലേ? അപ്പോൾ പോയിന്റ് ബിയിൽ വരപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരാൾ കൂടി, ഇവിടെ ഒരാൾ കുറഞ്ഞു, ഇവിടെ ഒരാൾ കൂടി. സോ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്ക് പറ്റും? മൈഗ്രേഷനെ കൊണ്ട് പറ്റും. സോ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. വി ഹാവ് ടു സീ എ ലോട്ട് മെനി തിങ്സ് റിഗാർഡിങ് മൈഗ്രേഷൻ. അപ്പോൾ ഈ മൈഗ്രേഷൻ കൊണ്ടുള്ള ഇംപ്ലിക്കേഷൻ എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഒരു കോർ ഡെമോഗ്രഫിക് പ്രോസസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കാരണം പോപ്പുലേഷനിൽ മാറ്റം വരുമെന്ന് നമ്മൾ പറഞ്ഞു. This will be leading to something called redistribution of population. അല്ലെ, പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് ഒരാൾ പോകുമ്പോൾ പോയിന്റ് എയിൽ അത്രയും നേരം നിന്ന ആള് അല്ലെങ്കിൽ അത്ര നാൾ വരെ നിന്ന ആള് പിന്നീട് പോയിന്റ് ബിയിലാണ് ജീവിക്കുന്നത്. സോ ഇങ്ങനെ മൈഗ്രേഷൻ വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ കോസസ് ഉണ്ടാവും. ചിലപ്പോൾ ഇക്കണോമിക് കോസ് ആയിരിക്കും, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തതായിരിക്കും. ചിലപ്പോൾ അത് സോഷ്യൽ കോസ് ആയിരിക്കാം, സോഷ്യൽ റീസൺസ് കാരണമായിരിക്കും നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോയത്. ചിലപ്പോൾ കൾച്ചറൽ റീസൺസ് ആയിരിക്കാം, കൾച്ചറൽ ആസ്പെക്ട്സ് കാരണമായിരിക്കാം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോയത് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോയിന്റ് എയിൽ നിന്നും ആൾ എന്ത് ചെയ്തു? പോയിന്റ് ബിയിലോട്ട് പോയി. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്ട്സ് വരുന്നുണ്ട്, രണ്ട് ടേംസ് വരുന്നുണ്ട്. ആൻഡ് വൺ ടേം ഇസ് കോൾഡ് ഒറിജിൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് ഡെസ്റ്റിനേഷൻ. ഈ ഒറിജിനും ഡെസ്റ്റിനേഷൻസും ഡെഫിനറ്റ്ലി മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും നിങ്ങൾ മൈഗ്രേഷനെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ. കാരണം ദീസ് ആർ സം ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് വിച്ച് വിൽ ബി ഡിഫൈനിങ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ മൂവ്മെന്റ് കാണിക്കുന്ന ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ആണ് എന്ത്? ഈ ഒറിജിനും ഡെസ്റ്റിനേഷനും. സോ ലെറ്റ് സീ വാട്ട് ഇസ് ഒറിജിൻ ആൻഡ് വാട്ട് ഇസ് ഡെസ്റ്റിനേഷൻ. അപ്പോ ഒറിജിൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ പ്ലേസ് that is the location which a migrant would be departing from. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ടാണ് നമ്മുടെ ആള് പോയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജേർണി എവിടെ നിന്നാണോ തുടങ്ങുന്നത്, എവിടെ നിന്നാണോ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, that point is called origin. So ഈ ഒരു പോയിന്റിൽ, ഈ ഒരു എക്സാമ്പിളിൽ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് എ ആണ്. കാരണം എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ എക്സാമ്പിളിലെ ആള് വേറൊരു സ്ഥലത്തേക്ക് പോയത്. And coming to the word destination, destination is identified as the location that a migrant arrives at with the intention of settling. So എയിൽ നിന്നും ബിയിലേക്കാണ് പോയത് അല്ലെ. അപ്പൊ ബി ആണ് ഇവിടെ എന്ത്? ഡെസ്റ്റിനേഷൻ. അതായത്
നമ്മുടെ പേഴ്സൺ ജേർണി തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ ഓർ പോയിന്റ് ഓഫ് ഒറിജിൻ. ആൻഡ് അദ്ദേഹം എവിടെയാണ് എത്തിയത്, അതാണ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വില്ലേജ് ആകാം, ചിലപ്പോൾ ഒരു സിറ്റി ആകാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു റീജിയനോ ഒരു നേഷനോ ഒക്കെ ആവാം. അഗൈൻ കമ്മിങ് ടു ഡെസ്റ്റിനേഷൻ, ഇത് ചിലപ്പോൾ വില്ലേജ് ഏരിയ ആവും, അതായത് റൂറൽ ഏരിയ ആവാം, ചിലപ്പോൾ ഒരു സിറ്റി ഓർ അർബൻ ഏരിയ ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിമ്പിൾ റീജിയൻ ആവാം, അല്ലെങ്കിൽ ഒരു നേഷൻ ആവാം, വാട്ടെവർ. അപ്പോൾ ഒറിജിനും ഡെസ്റ്റിനേഷനും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കണം. അതായത് നമ്മുടെ ടോപ്പിക്, നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഹെഡിങ് എന്തായിരുന്നു? ഇന്റേണൽ മൈഗ്രേഷനും എക്സ്റ്റേണൽ മൈഗ്രേഷനും. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷനിലും എക്സ്റ്റേണൽ മൈഗ്രേഷനും മനസ്സിലാക്കാനായിട്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇത്രയും നേരം. അപ്പൊ ഇനി നമുക്ക് ഇന്റേണൽ മൈഗ്രേഷനും എക്സ്റ്റേണൽ മൈഗ്രേഷനും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നോക്കിക്കാണാം. സോ here the primary difference between internal migration and external migration is the geographical boundary crossed during the move. അപ്പോൾ നമ്മുടെ മൈഗ്രേഷൻ സമയത്ത് ഏത് ജോഗ്രഫിക്കൽ റീജിയൻ ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതോ എക്സ്റ്റേണൽ മൈഗ്രേഷനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. സോ എക്സ്റ്റേണൽ മൈഗ്രേഷന്റെ വേറൊരു പേരാണ് external migration, is also known as international migration. External migration വിളിക്കുന്ന വേറെ പേരാണ് international migration. Okay, so let's see more about it. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷൻ എക്സ്റ്റേണൽ മൈഗ്രേഷൻ ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നേരമായിട്ട് ഞാൻ ഇന്റേണൽ മൈഗ്രേഷൻ എന്താണെന്നോ എക്സ്റ്റേണൽ മൈഗ്രേഷൻ എന്താണെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇന്റേണൽ മൈഗ്രേഷനെ എടുത്തിട്ട് എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ എന്നും ഇന്റേണൽ മൈഗ്രേഷൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് സബ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ എന്താണെന്നും കൂടി പഠിക്കും. സോ കമ്മിങ് ടു ദ വേർഡ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ, ഹിയർ there is movement of people within the borders of the same country. അപ്പോൾ നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ത്യ ഇന്ത്യക്ക് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ അകത്ത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ കേരളം നിന്ന് തമിഴ്നാട്ടിൽ പോകണം. ഡു യു തിങ്ക് ദാറ്റ് യു നീഡ് പാസ്പോർട്ട്? നിങ്ങൾക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് നമ്മുടെ രാജ്യത്തിന് എവിടെ വേണമെങ്കിലും പോവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വി ഡു ഹാവ് ദ ഫ്രീഡം ടു മൂവ് അല്ലെ? അപ്പോ ഇവിടെ നമ്മുടെ നാഷണൽ ബൗണ്ടറി കടന്ന് നമ്മൾ പോകുന്നില്ല. ഇൻസ്റ്റന്റ് ലൈക്ക് വി വുഡ് ബി മൂവിങ് വിത്തിൻ ദ നേഷൻ അല്ലെ? ദ മൂവ്മെന്റ് ഡസ് നോട്ട് ക്രോസ് ദ നാഷണൽ ബൗണ്ടറി. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ എവിടെ പോവാണ്? തമിഴ്നാട്ടിലോട്ട് പോവാണ്. ഇങ്ങനെയാണ് പോകുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൂവ്മെന്റ് ആണ്. അപ്പോൾ കേരളം ഒറിജിൻ ആണെന്ന് നമുക്കറിയാം, ആൻഡ് തമിഴ്നാട് ഡെസ്റ്റിനേഷൻ ആണെന്നും അറിയാം. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ടോ? കേരളത്തിന്റെ ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു. ബട്ട് നമ്മൾ സ്റ്റേറ്റിന്റെ ബോർഡറിനല്ല ഇപ്പൊ നോക്കുന്നത്, നമ്മൾ ജസ്റ്റ് ലുക്കിംഗ് ഓൺ ടു സംതിങ് കോൾഡ് ദ ബോർഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ബോർഡർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയും US-ഉം ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡിഫറെന്റ് നേഷൻസ് ആണ്. പക്ഷെ നമ്മൾ ഡിഫറെന്റ് നേഷൻസിന്റെ കേസ് എടുക്കുന്നില്ല. ഇൻസ്റ്റന്റ് വി ആർ ജസ്റ്റ് ലുക്കിംഗ് ഓൺ ടു ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ 2 സ്റ്റേറ്റ് എടുക്കുന്നു. ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മൂവ്മെന്റ് ഡസ് നോട്ട് ക്രോസ് ദ നാഷണൽ ബൗണ്ടറി അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള മൂവ്മെന്റിനെയാണ് വി കോൾ ഇറ്റ് as ഇന്റേണൽ മൈഗ്രേഷൻ, വേർ പീപ്പിൾ വുഡ് ബി മൂവിങ് വിത്തിൻ ദ ബോർഡേഴ്സ് ഓഫ് ദ സെയിം കൺട്രി. അപ്പൊ ഇന്ത്യയുടെ ബോർഡേഴ്സിന്റെ അകത്ത് തന്നെ, ഇന്ത്യയുടെ ബോർഡറിന്റെ അകത്ത് ആൾക്കാർ മൂവ്മെന്റ് നടത്തും. ദാറ്റ് ഇസ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇന്റേണൽ മൈഗ്രേഷൻ നമുക്ക് 2 ആയിട്ട് തിരിക്കണം. ഒന്ന് ഇൻ മൈഗ്രേഷൻ, മറ്റേത് ഔട്ട് മൈഗ്രേഷൻ. സോ ദീസ് ആർ സം ടൈപ്സ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. ഇന്റേണൽ മൈഗ്രേഷനെ നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻ മൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും കിട്ടും. ദീസ് ആർ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. അപ്പോൾ
ഇന്റേണൽ മൈഗ്രേഷൻ ഞാൻ ഒരു എക്സാമ്പിളും കൂടി തരാം. എ പേഴ്സൺ വുഡ് ബി മൈഗ്രേറ്റിംഗ് ടു സ്റ്റേറ്റ് ഓഫ് ഡൽഹി ഫ്രം ബീഹാർ. സോ സ്റ്റേറ്റ് ഓഫ് ഡൽഹി നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ഡൽഹി ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, ഡൽഹി യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡൽഹി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ദ റീജിയൻ ഓഫ് ഡൽഹി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയിൽ നിന്നും മൂവ്മെന്റിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഫ്രം ബീഹാർ പീപ്പിൾ ആർ മൂവിങ് ടു ഡൽഹി. ഓക്കെ, ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നു. അത് വേറെ രീതി കൊടുത്തേക്കാണ്. എ പേഴ്സൺ മൈഗ്രേറ്റ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് ഡൽഹി ഫ്രം ബീഹാർ. സി, ഇവിടെ ഡൽഹി ഈസ് എ യൂണിയൻ ടെറിട്ടറി ആൻഡ് ബീഹാർ ഈസ് എ സ്റ്റേറ്റ്. പക്ഷെ നമ്മൾ പറയാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ഇങ്ങനെ വളച്ചു തിരിച്ച് പറയുന്നത്. അതായത് എ പേഴ്സൺ മൈഗ്രേറ്റ് ടു ഡൽഹി ഫ്രം ബീഹാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒറിജിൻ ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഫ്രം ബീഹാർ ടു ഡൽഹി അല്ലെ, ഫ്രം ബീഹാർ ടു ഡൽഹി. അപ്പോൾ ഒറിജിൻ ഏതാണ്? ഫ്രം ബീഹാർ. ഫ്രം എവിടെ നിന്നാണോ നമ്മൾ യാത്ര തുടങ്ങുന്നത്, സോ ദിസ് വുഡ് ബി ദ ഒറിജിൻ അല്ലെ. ടു ഡൽഹി നമ്മുടെ ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നേഷന്റെ അകത്ത് തന്നെ നടത്തുന്ന മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻ മൈഗ്രേഷൻ എന്നും ഔട്ട് മൈഗ്രേഷൻ എന്നും രണ്ടായിട്ട് വേർതിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ സംതിങ് കോൾഡ് ഇൻ മൈഗ്രേഷൻ ഹിയർ. ഇൻ മൈഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വുഡ് ബി ദ ആക്ട് ഓഫ് കമ്മിങ് ടു എ ന്യൂ റീജിയൻ. ഒരു പെർട്ടിക്കുലർ റീജിയനിലേക്ക് വരുന്നതാണ്. സോ വി ആർ ജസ്റ്റ് ലുക്കിംഗ് ഓൺ ടു സംതിങ് കോൾഡ് അറൈവൽ. ഈ ഒരു അറൈവൽ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ മൈഗ്രേഷൻ നോക്കി കാണുന്നത്. ഇപ്പൊ സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഡൽഹിയിൽ നിന്നും ബീഹാറിലോട്ടാണോ പോകുന്നത്? അല്ല, ബീഹാറിൽ നിന്നും ഡൽഹിയിലോട്ടാണ് പോകുന്നത് അല്ലെ. സോ ദിസ് ഇസ് എ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഇസ് എ യൂണിയൻ ടെറിട്ടറി. അപ്പോ ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ ബീഹാർ ഈസ് ഒറിജിൻ ആൻഡ് ഡൽഹി ഈസ് ഡെസ്റ്റിനേഷൻ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻ മൈഗ്രേഷൻ ആണ്. എവിടെയാണ് ആള് അറൈവ് ചെയ്തത്? സോ എവിടെയാണ് ആൾ അറൈവ് ചെയ്തതെന്ന് വെച്ചാൽ എവിടെയാണ് ആള് എത്തിച്ചേർന്നത്? ബീഹാറിൽ നിന്നും പോവുകയാണ് ചെയ്തത്, എത്തിച്ചേർന്നത് ഇസ് ഇൻ ഡൽഹി അല്ലെ. സോ whenever we are considering in migration, we will be looking on the migration from the perspective of the arrival point. ഇവിടെ ഡൽഹി. സോ ഡൽഹിയുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ മൈഗ്രേഷനെ ഇവിടെ ഇൻ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. A person would be migrating to Delhi from Bihar, which means we are considering Delhi's perspective. So you could say that it is in migration. A person is in migrating to Delhi from Bihar. See, person is in migrating to Delhi from Bihar. മനസ്സിലായല്ലോ? ആൻഡ് ദ ആക്ട് ഓഫ് കമ്മിങ്, അതാണ് അറൈവൽ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ നോക്കുന്നത്. അടുത്തത് നമ്മുടെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, വിച്ച് ഇസ് ഔട്ട് മൈഗ്രേഷൻ. സോ ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ we will be considering the act of migration from the perspective of the country from which you make a movement. ഏത് കൺട്രി ആണോ നിങ്ങൾ ലീവ് ചെയ്യുന്നത്, ഏത് കൺട്രി ആണോ നിങ്ങൾ വിട്ടുപോകുന്നത്, നോട്ട് കൺട്രി, ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് റീജിയൻ ആണോ നിങ്ങൾ വിട്ടുപോകുന്നത്, ഏത് റീജിയൻ ആണോ നിങ്ങൾ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. സോ നമ്മൾ വിട്ടുപോകുന്ന റീജിയൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഹിയർ you are just looking on to the region from where you start your movement. Okay, see, രണ്ടും ഇന്റേണൽ മൈഗ്രേഷന്റെ രണ്ട് തരങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വകഭേദങ്ങളാണ് എന്ത്, ഇൻ മൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും. when it comes to
ഇൻ മൈഗ്രേഷൻ നമ്മൾ കണ്ടു അറൈവൽ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇവിടെ അറൈവൽ അല്ല, ഇറ്റ് വിൽ ബി ദ ഓപ്പോസിറ്റ് ഓഫ് അറൈവൽ. ഏത് പെർട്ടിക്കുലർ റീജിയൻ ആണോ നിങ്ങൾ വിട്ടുപോയത് ആ റീജിയനെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. ഓക്കെ, so just come to the example here. A person out migrates from Bihar to Delhi. A person out migrates from Bihar to Delhi. Alle, from Bihar to Delhi. From Bihar to Delhi. അപ്പോൾ ഇവിടെ നമ്മൾ ബീഹാറിന്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കി കാണേണ്ടത്. കാരണം ബീഹാറിൽ നിന്നല്ലേ നിങ്ങൾ യാത്ര തുടങ്ങിയത്, ബീഹാറല്ലേ നിങ്ങൾ വിട്ടുപോയത്. ബീഹാർ എന്നുള്ള റീജിയൻ നിങ്ങൾ വിട്ടു വേറെ എവിടെയോ പോയി. ഇവിടെ നിങ്ങൾ ഡൽഹിയിലോട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ഇവിടെ നിങ്ങൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ എവിടെ നിന്നും പോയി എന്നുള്ളതിനാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഔട്ട് മൈഗ്രേഷൻ. ബോത്ത് ഇൻ മൈഗ്രേഷൻ ആൻഡ് ഔട്ട് മൈഗ്രേഷൻ, ഇത് രണ്ടും നമ്മുടെ ഇന്റേണൽ മൈഗ്രേഷന്റെ രണ്ട് വകഭേദങ്ങളാണ്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് ഈസ് സം കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ കൺട്രി, വിത്തിൻ ദ നേഷൻ. സോറി. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷന്റെ ഈ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ മൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും. ഇനി അപ്പോൾ നമ്മൾ ഇൻ മൈഗ്രേഷൻ ഔട്ട് മൈഗ്രേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് പല രീതിയിൽ നടക്കും. റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലോട്ട് പോവാം. അതായത് വില്ലേജിൽ നിന്നും സിറ്റിയിലോട്ട് യാത്ര ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, വില്ലേജിലൊക്കെ പഠിച്ച് ആൾക്കാർ ചിലപ്പോൾ ജോലി കിട്ടുന്നത് സിറ്റി ഏരിയയിലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് അവർ പോവും. അഗൈൻ ചിലപ്പോൾ there would be urban to rural migration. അതായത് സിറ്റിയിൽ നിന്നും വില്ലേജിലോട്ടുള്ള യാത്ര. അതായത് ചിലപ്പോൾ സിറ്റി ലൈഫൊക്കെ മടുത്തിട്ട് ചിലർ വിചാരിക്കും ഓക്കെ ഇനി ഞാൻ കുറച്ച് നാള് നാട്ടിൽ പോയിട്ട് ജീവിക്കാം. അങ്ങനെ അവർ മൈഗ്രേറ്റ് ചെയ്യാം അല്ലെ. ചിലപ്പോൾ they might be like rural to rural migration. ഒരു വില്ലേജ് ഏരിയയിൽ നിന്നും വേറൊരു വില്ലേജ് ഏരിയയിലോട്ട് പോകുന്ന മൈഗ്രേഷൻ, ദാറ്റ് ഈസ് കോൾഡ് റൂറൽ ടു റൂറൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ട്, ഞാനൊരു കാര്യം ചെയ്യും കുടുംബ വീട്ടിൽ പോയി താമസിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളുടെ വീടും വില്ലേജിലായിരിക്കും, നിങ്ങളുടെ കുടുംബ വീടും വില്ലേജിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. അഗൈൻ urban ടു urban, അതായത് ഒരു സിറ്റിയിൽ നിന്നും നിങ്ങൾ വേറൊരു സിറ്റിയിലേക്ക് പോവാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ IT ഫേംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മിക്കവാറും ഇങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ വരാം. അതായത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ചിലപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലോട്ടുള്ള ട്രാൻസ്ഫർ വരാം, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും വേറെ ഏതെങ്കിലും സിറ്റിയിലോട്ടുള്ള ട്രാൻസ്ഫർ. ഇപ്പം എന്ത് ചെയ്യുന്നു, ജോബ് ബേസ്ഡ് ട്രാൻസ്ഫർ ആണ്, മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരാമല്ലോ അല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ ഇന്റേണൽ മൈഗ്രേഷന്റെ പല രീതിയിലുള്ള സബ് ഡിവിഷൻസ് ആണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇന്റേണൽ മൈഗ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എക്സ്റ്റേണൽ മൈഗ്രേഷൻ ആണ്, വിച്ച് വുഡ് ബി ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഹു ക്രോസ് നാഷണൽ ബൗണ്ടറീസ് ടു ലിവ് ഇൻ അനദർ കൺട്രി. ഇവിടെ എന്താ സംഭവിക്കുക, ഒരാള് നമ്മുടെ നേഷന്റെ ബൗണ്ടറി ഒക്കെ ക്രോസ് ചെയ്തിട്ട് അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഒക്കെ ക്രോസ് ചെയ്തിട്ട് വേറൊരു രാജ്യത്ത് പോവാണ്. പാസ്പോർട്ട് ഒക്കെ എടുത്തു, വിസയൊക്കെ എടുത്തിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്നത് ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് പോകുന്നതായിരിക്കും, ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്തുള്ള കേരളത്തിൽ നിന്ന് കുറെ പേര് ദുബായിൽ പോകുന്നു. ചിലപ്പോൾ അവരെന്ത് ചെയ്യുക, വർക്കിനായിരിക്കും പോവുക, ചിലപ്പോൾ അവർ പെർമനന്റ് സെറ്റിൽമെന്റിനായിരിക്കും പോവുക, എന്നേക്കുമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോവുക. ചിലപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഞാനൊന്ന് വിസിറ്റിങ്ങിൽ പോയിട്ട് വരാം, വിസിറ്റിങ്ങിൽ ദുബായിൽ എസ്പെഷ്യലി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത്, ഇന്ത്യയുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേറൊരു രാജ്യത്ത് പോയി ജീവിക്കുന്ന കേസാണ് ഇവിടെ എക്സ്റ്റേണൽ മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. International migration.
Okay, so the movement crosses an internationally recognized boundary. അല്ലെ, ഇന്ത്യയുടെ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടാണ് ദുബായിൽ നമ്മൾ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കി കാണേണ്ടത്. സോ വിച്ച് വിൽ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. എമിഗ്രേഷനും ഇമിഗ്രേഷനും. എമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ. ഓക്കെ, എന്താണിത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. എക്സ്റ്റേണൽ മൈഗ്രേഷൻ. സി, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. എ പേഴ്സൺ മൈഗ്രേറ്റ്സ് ടു കാനഡ ഫ്രം ഇന്ത്യ. അപ്പം ഒറിജിൻ ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഒറിജിൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ എത്തിച്ചേർന്നത്. സോ ദ പേഴ്സൺ മൈഗ്രേറ്റ്സ് ടു കാനഡ ഫ്രം ഇന്ത്യ. അപ്പൊ യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. സോ ദിസ് വുഡ് ബി ദ ഒറിജിൻ and Canada would be the destination. Okay, അപ്പോ ഇതില് ഇമിഗ്രേഷൻ എന്താണ്, എമിഗ്രേഷൻ എന്താണ് എന്ന് രണ്ടും നമുക്ക് പഠിക്കണം. So let's see. Taking you to immigration. അപ്പൊ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. ലേബർ എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലേബർ എമിഗ്രേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എമിഗ്രേഷൻ ക്ലിയറൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ഇറ്റ്? ദ ആക്ട് ഓഫ് ലിവിംഗ് വൺസ് കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ. ഒരു കൺട്രി വിട്ടിട്ട് വേറെ കൺട്രിയിലോട്ട് പോവാണ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഫ്രം ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? ടു കാനഡ അല്ലെ? അപ്പോ ഫ്രം ഇന്ത്യ ടു കാനഡ, ഹിയർ വി ആർ ലുക്കിംഗ് ഓൺ ടു ദ ആക്ട് ഓഫ് ലീവിംഗ് വൺസ് കൺട്രി. ഒരു കൺട്രി വിട്ടു പോവാണ്. സോ വി വിൽ ബി ടേക്കിംഗ് ദ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ഇന്ത്യ. Someone would be immigrating from India to Canada. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇന്ത്യ വിട്ടു പോവാണ്. The person is leaving India. അത് ചിലപ്പോ ടെമ്പററി ആയിട്ടായിരിക്കും, ചിലപ്പോൾ പെർമനന്റ് ആയിരിക്കും. Whatever. So we have to consider it from the perspective of India. Immigration. Okay? ഇനിയുള്ളതാണ് ഇമിഗ്രേഷൻ. Again, external migration വേറൊരു ഫോം ആണ് ഇമിഗ്രേഷൻ. എന്താണ് ഇമിഗ്രേഷൻ? This is the act of coming into a new country to settle. See, what happened? From India, ആള് കാനഡയിലോട്ട് പോയി അല്ലെ? ടു കാനഡ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കാണേണ്ടത് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് കാനഡ, someone has immigrated to Canada from India. Act of coming into a new country. ഇവിടെ നമ്മൾ അറൈവൽ പെർസ്പെക്ടീവ് ആണ് എടുക്കുന്നത്. ഓക്കെ? അപ്പോ സോറി, ഇനി ഇന്റേണൽ മൈഗ്രേഷനും എക്സ്റ്റേണൽ മൈഗ്രേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് ഇനി മനസ്സിലാക്കാം. ബൗണ്ടറി ക്രോസ്ഡ് ഇന്റെ പെർസ്പെക്ടീവിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്റേണൽ മൈഗ്രേഷനിൽ നമ്മൾ ഒരു ബൗണ്ടറിയും ക്രോസ് ചെയ്തില്ല, ഒരു നാഷണൽ ബൗണ്ടറിയും ക്രോസ് ചെയ്യുന്നില്ല. സോ നാഷണൽ ബൗണ്ടറിയുടെ അകത്ത്, ഈ ഒരു ബൗണ്ടറിയുടെ അകത്ത് നടത്തുന്ന മൈഗ്രേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ മൈഗ്രേഷൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എക്സ്റ്റേണൽ മൈഗ്രേഷൻ, ഒരു നേഷനിൽ നിന്നും വേറെ നേഷനിലേക്ക് പോവാണ്. സോ നേഷൻ എയിൽ നിന്നും നേഷൻ ബിയിലേക്ക് പോവാണ്. ക്രോസസ് വൺ ഓർ മോർ ഇന്റർനാഷണൽ ബൗണ്ടറീസ് അല്ലെ? അപ്പോ ചിലപ്പോ ഇന്ത്യയും കടന്ന് ശ്രീലങ്കയും കടന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തിലായിരിക്കും നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ ബോർഡർ കടന്നു, ശ്രീലങ്കയുടെ ബോർഡർ കഴിഞ്ഞു, നമ്മൾ വേറെ ഏതോ രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുന്നു. Isn't it? So that is called international migration or external migration. Now, coming to the scope, internal migration ആണെങ്കിൽ
നമ്മൾ പറഞ്ഞു വിത്തിൻ ദ സെയിം റീജിയൻ കൺട്രി, വിത്തിൻ ദ സെയിം കൺട്രി, വിത്തിൻ ദ സെയിം കൺട്രിയിലാണ് മൂവ്മെന്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോവാം, റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലോട്ട് പോകാം, ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു യൂണിയൻ ടെറിട്ടറിയിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലോട്ട് പോവാം അല്ലെ, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും വേറെ സ്റ്റേറ്റിലോട്ട് പോവാം. ഇത് റൂറൽ ടു അർബൻ ആവാം, അർബൻ ടു അർബൻ ആവാം, അർബൻ ടു റൂറൽ ആവാം, റൂറൽ ടു റൂറൽ ആവാം, എന്തുവാ. ഇനി എക്സ്റ്റേണൽ മൈഗ്രേഷൻ ഓർ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ബിറ്റ്വീൻ ഡിഫറെന്റ് നേഷൻസ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും എങ്ങോട്ട് പോകുന്നു, USA പോകുന്നു, ബൗണ്ടറി ക്രോസ് ചെയ്തു, നാഷണൽ ബൗണ്ടറി ക്രോസ് ചെയ്തു, വിച്ച് ഇസ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലെ, വിച്ച് ഇസ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. Any. So here we have to bring some terminologies that would be coming under internal as well as external migration. Internal migration നമ്മൾ കണ്ടു, in migration ഉണ്ട്, out migration ഉണ്ട്. Both are happening within the region. Within the region means within a nation. ഒരു നേഷന്റെ അകത്ത്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നേഷന്റെ അകത്ത് മാത്രം സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇൻ മൈഗ്രേഷൻ ആവാം, ഔട്ട് മൈഗ്രേഷൻ ആവാം. ഒന്ന് നമ്മൾ അറൈവൽ പെർസ്പെക്റ്റീവിൽ കാണുന്നു, മറ്റേത് നമ്മൾ ഒരു നേഷനെ വിട്ടുപോകുന്ന പെർസ്പെക്റ്റീവിൽ കാണും. ഇപ്പൊ എക്സ്റ്റേണൽ മൈഗ്രേഷൻ ഓർ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണെങ്കിൽ ഇമിഗ്രേഷനും ഉണ്ട്, എമിഗ്രേഷനും ഉണ്ട് അല്ലെ. ഇമിഗ്രേഷൻ എപ്പോഴും ഇൻഫ്ലോ പെർസ്പെക്റ്റീവ് ആണ്. എവിടെയാണോ നിങ്ങൾ ചെന്ന് കയറിയത്, ഏത് നേഷനിലാണോ നിങ്ങൾ എത്തിയത്, ആ നേഷന്റെ പെർസ്പെക്റ്റീവിൽ കാണുന്നു. ആൻഡ് എമിഗ്രേഷൻ മീൻസ് ഔട്ട്ഫ്ലോ അല്ലെ. എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ, എവിടെയാണോ നിങ്ങൾ വിട്ടുപോയത്, നിങ്ങൾ ലീവ് ചെയ്ത നേഷൻ ഏതാണോ ആ നേഷന്റെ പെർസ്പെക്റ്റീവിൽ കാണും. ദിസ് ഇസ് ഓൺലി ഡിഫറൻസ്. ഇനി ഇമ്പാക്ട് ഫോക്കസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്റേണൽ മൈഗ്രേഷന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ എങ്ങനെയാണ് ഇക്കോണമിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒരു നേഷനിൽ ഇപ്പൊ അർബൻ ഏരിയയിലാണോ റൂറൽ ഏരിയയിലാണോ കൂടുതൽ പോപ്പുലേഷൻ. അർബൻ ഏരിയയിലാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ, ഇപ്പൊ അർബനൈസേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ്, അർബൻ ഏരിയയിലോട്ട് ആൾക്കാർ പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം അർബൻ ഏരിയ നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടാനായിട്ട് ഞാൻ അർബൻ ഏരിയയിൽ പോകണം. സോ ദേ വിൽ ബി മൂവിങ് ഫ്രം റൂറൽ ടു അർബൻ അല്ലെ. ഇനി coming to external migration or international migration, this would be affecting the total population and composition of both the nations. അതായത് സെൻഡിങ് നേഷനും റിസീവിങ് നേഷനും, രണ്ട് നേഷൻ. സെൻഡിങ് നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒറിജിൻ, എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത്, ദാറ്റ് ഈസ് കോൾഡ് ഒറിജിൻ. റിസീവിങ് നേഷൻ എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ. ഈ രണ്ട് നേഷൻസിനെയും ഇത് എഫക്ട് ചെയ്യും. ഇപ്പൊ ഒരു നേഷന്റെ, ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഒരാള് US പോവാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരാളുടെ ഒരു ഡിഡക്ഷൻ വരെയാണ്, കുറവ് വരെയാണ്, റിഡക്ഷൻ വരെയാണ്. ആൻഡ് US ഒരാളുടെ അഡിഷൻ വരെയാണ്. സോ ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദിസ് വുഡ് ബി അഫക്റ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദ കേസ് ഓഫ് ബോത്ത് കൺട്രീസ് ഇല്ലേ. ഇത് അഗൈൻ ജെൻഡർ സെനാരിയോ, ജെൻഡറിന്റെ പ്രൊപ്പോർഷൻ അതും ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതായത് ഒരു നേഷനിൽ കൂടുതൽ മെയിൽസ് ആണോ, മെയിൽ റെസിഡൻസ് ആണോ, ഫീമെയിൽ റെസിഡൻസ് ആണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നതിന് ഇത് ഒരു ഫാക്ടർ ആകുന്നുണ്ട് അല്ലെ. അപ്പോ അഗൈൻ ഒരു നേഷന്റെ കൾച്ചർ വേറൊരു നേഷനിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഒരാൾ US പോകുമ്പോൾ ഇന്ത്യൻ കൾച്ചറും കൂടെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് കാരണം ഇന്ത്യക്ക് എന്ത് കിട്ടുന്നു, റെമിറ്റൻസസ് കിട്ടുന്നു. കാരണം ഇദ്ദേഹം US പോയി ജോലി ചെയ്തിട്ട് അയാളുടെ ബന്ധുക്കളൊക്കെ നാട്ടിലായിരിക്കും, ഇന്ത്യയിലായിരിക്കും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, US ഇയാൾ ഏൺ ചെയ്ത പൈസ ഇന്ത്യയിലോട്ട് അയച്ചു കൊടുക്കും, റെമിറ്റൻസസ്. അപ്പൊ US സംബന്ധിച്ചിടത്തോളം കൾച്ചറൽ ഡൈവേഴ്സിറ്റി അവിടെ കൂടുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ഒരാൾ US പോകുമ്പോൾ നമ്മുടെ കൾച്ചർ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ നമ്മുടെ കൾച്ചർ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി പലരും നമ്മുടെ കൾച്ചർ കോപ്പി ചെയ്യാനൊക്കെ നോക്കും. ബിക്കോസ് ഇന്ത്യൻ കൾച്ചർ ഇസ് ഐഡന്റിഫൈഡ് ടു ബി സംതിങ് ഗ്രേറ്റ് അല്ലെ. അതേപോലെ ഇദ്ദേഹം US പോയി ജോലി ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ശമ്പളം റെമിറ്റൻസസ് ആയിട്ട് ഇത് നാട്ടിലോട്ട് അയച്ചു കൊടുക്കും. സോ ഇന്ത്യൻ പീപ്പിൾ വിൽ ബി ഗെറ്റിംഗ് ദ റെമിറ്റൻസസ് ആൻഡ് ദേ വിൽ ബി സ്പെൻഡിങ് ദ സെയിം ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനും ഇത് കാരണമാവും അല്ലെ. See the way in which migration plays a role here.
അപ്പോൾ ഇന്ന് നമ്മൾ മൈഗ്രേഷൻ എന്താണെന്നാണ് പഠിച്ചത്. ഇന്റേണൽ മൈഗ്രേഷൻ ആണെങ്കിലും എക്സ്റ്റേണൽ മൈഗ്രേഷൻ ആണെങ്കിലും we have to see what is the impact that it's creating. So voluntary migration, this can be accepted. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒരാൾ അദ്ദേഹത്തിന്റെ വില്ലോടുകൂടി താല്പര്യത്തോടുകൂടി മൈഗ്രേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. സോ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ മൈഗ്രേഷൻ ഇസ് ഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ താല്പര്യമില്ല, പക്ഷെ അയാളെ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ വാറൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഓടി രക്ഷപ്പെടുന്ന ഈ വാർ സിറ്റുവേഷനിൽ നിന്ന്, പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് ഓടി രക്ഷപ്പെടുന്ന പല സ്ഥലത്തെയും പട്ടിണികളൊക്കെ വരുമ്പോൾ പട്ടിണി മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇവർ ആ രാജ്യം വിടുന്ന അവസ്ഥ. സോ ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ. സോ വാട്ട് എവർ ബി ദ കോസ്, എന്ത് കോസ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് മൈഗ്രേഷനോ ആയിക്കോട്ടെ, ഇറ്റ് വുഡ് ബി അഫക്റ്റിംഗ് ദ ഡെമോഗ്രഫിക്, ഇക്കണോമിക്, സോഷ്യൽ ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ നേഷൻ. ഇത് സെൻഡിങ് നേഷനും, അതായത് നമ്മുടെ ഒറിജിനും, അതേപോലെ തന്നെ റിസീവിങ് നേഷനും അല്ലെങ്കിൽ റിസീവിങ് ഏരിയയ്ക്കും, സെൻഡിങ് റീജിയനും റിസീവിങ് റീജിയനും, ദാറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ, ഇത് രണ്ടിനും ഡെഫിനറ്റ് ആയിട്ടും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇമ്പാക്ട്സ് കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സോ മൈഗ്രേഷൻ എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. ഇന്റേണൽ മൈഗ്രേഷൻ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ അകത്തുള്ള ഇൻ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ എന്താണെന്ന് പഠിച്ചു വിത്ത് എക്സാമ്പിൾസ്. അഗൈൻ കമ്മിങ് ടു എക്സ്റ്റേണൽ മൈഗ്രേഷൻ മീനിങ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഇമിഗ്രേഷനെയും എമിഗ്രേഷനെയും നമ്മൾ മനസ്സിലാക്കി, അല്ലേ? So that's all for today. Thank you.